ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ CI ഗോവിന്ദനോട് പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഒന്ന് സ്റ്റേഷനിൽ വരണം, എന്നിട്ട് മതി മുംബൈ യാത്ര എന്നൊക്കെ CI പറയുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, അത് പറ്റില്ലല്ലോ സാറേ, മുംബൈ യാത്ര ഒരുപാട് മുന്നേ തീരുമാനിച്ചതാണ്, ഞങ്ങൾ മുംബൈ യാത്ര കഴിഞ്ഞ് വന്നിട്ട് സ്റ്റേഷനിലോട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ CI പറയുന്നുണ്ട്, അത് പറ്റില്ല, ഇപ്പം തന്നെ വരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ബിസിനസ്സിൻ്റെ ആകുമ്പോൾ ഒരുപാട് തളർച്ചയൊക്കെ ഉണ്ടാവും, അത് ഇത്ര പ്രശ്നമാക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ CI പറയുന്നുണ്ട്, വെറും ബിസിനസ് തകർച്ചയ്ക്ക് മാത്രമല്ല നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്, ഈ AGMൻ്റെ ഇപ്പോഴത്തെ തകർച്ചയും കിഷോറിൻ്റെ മരണവുമായി ബന്ധമുണ്ട്, അത് കണക്ട് ചെയ്ത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, കിഷോറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, ഇനിയും വരാൻ തയ്യാറുമാണ്, അത് ഞങ്ങൾ SP സാറിനോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ, ആദ്യം ഞങ്ങളൊന്ന് മുംബൈയിലോട്ട് പോട്ടെ എന്നൊക്കെ ഗീതു പറയുന്നുണ്ട്. അപ്പോൾ CI പറയുന്നുണ്ട്, ഇപ്പോൾ കിഷോറിൻ്റെ കൊലപാതകം അന്വേഷിക്കുന്നത് SP അല്ല, ഞാനാണ്, അതുകൊണ്ട് ഞാനുമായിട്ട് സഹകരിച്ചേ നിങ്ങളൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് CI. പിന്നീട് CI പറയുന്നുണ്ട്, നിങ്ങൾ തെളിവെടുപ്പിന് സ്റ്റേഷനിലോട്ട് വന്ന കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം, SP ആയിട്ട് നിങ്ങൾക്ക് ബന്ധമുള്ളത് കൊണ്ട് അപ്പോഴത്തെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൊടാതെ അപ്പോഴത്തെ CI വിഴുങ്ങിയിട്ടുണ്ടാവും, എന്നെ അതുപോലെ കിട്ടില്ല എന്നൊക്കെ ഈ CI പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ആര് പറയുന്നത് നിങ്ങൾ തൊടാതെ വിഴുങ്ങുക എന്നൊക്കെ ഞങ്ങൾക്കറിയാം, ആ സത്യദാസും അനാർക്കലിയും പറയുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറ് എന്നൊക്കെ പറയുന്നുണ്ട് ഗീതു. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, സാർ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാറിന് നല്ല കാര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ അജാസ് പറയുന്നുണ്ട് CIനോട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ആരും അവരെ തടയേണ്ട, അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കട്ടെ, ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് CIനോട് പറയുന്നുണ്ട്, ഞാൻ സ്റ്റേഷനിലോട്ട് എൻ്റെ കാറിൽ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ CI പറയുന്നുണ്ട്, അത് പറ്റില്ലല്ലോ സാറേ, ക്രിമിനലുകളെ കൊണ്ടുപോകാനല്ലേ ഞങ്ങൾക്ക് സർക്കാർ ഈ വാഹനം തന്നിട്ടുള്ളത്, നിങ്ങൾ അതിൽ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞ് വിലങ്ങെടുക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ രഞ്ജു പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഏട്ടനെ പോലുള്ള ഒരാളെ ഇങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഗോവിന്ദേട്ടൻ മാന്യമായിട്ട് സ്റ്റേഷനിൽ വരാമെന്ന് പറയുന്നില്ലേ, പിന്നെ ഇങ്ങനെ അപമാനിക്കേണ്ട ആവശ്യം എന്താണ്, നിങ്ങൾ ഇനി അപമാനിച്ച ഈ വണ്ടി തടയാൻ പോകുന്നത് ഞങ്ങൾ പെണ്ണുങ്ങളായിരിക്കും എന്നൊക്കെ രേഖ പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ അത് തന്നെ പറയുന്നുണ്ട്, ഏട്ടനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഗോവിന്ദ് പറയുന്നുണ്ട്, അവർക്ക് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചല്ലേ പറ്റുള്ളൂ, കൊടും ക്രിമിനലായി ഞാൻ ചാടിപ്പോവോ എന്നത് പേടിച്ചുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവരെന്നെ വിലങ്ങ് വെച്ച് തന്നെ കൊണ്ടുപോട്ടെ എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന CI ഗോവിന്ദിൻ്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ രാധികാമ്മയ്ക്കാണെങ്കിലോ മാധവൻ നായർ ഇതുപോലെ കൊണ്ടുപോയതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ പോലീസ് ജീപ്പിൽ കയറ്റി ഗോവിന്ദിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഗീതു ആണെങ്കിലോ അവർണികയോട് പറയുന്നുണ്ട്, അവർണിക, ഞാനും അജാസിക്കയും കൂടെ ഗോവിന്ദേട്ടനെ പുറത്തിറക്കാനുള്ള വഴികൾ നോക്കട്ടെ, നീ ഇവിടെ തന്നെ വീട്ടിലുണ്ടാവണം, പ്രത്യേകിച്ച് രഞ്ജുവിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവർണിക പറയുന്നുണ്ട്, ഗീതു ധൈര്യമായിട്ട് പോയിക്കോളൂ, അജാസ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ രഞ്ജുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിക്കോളാം എന്നൊക്കെ അവർണിക ഗീതുവിനോട് പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലോ ഗീതു പോകുന്ന സമയത്ത് രാധികാമ്മ മുറിയിലോട്ട് ഓടുന്നുണ്ട്. വരുണാണെങ്കിലോ രാധികാമ്മയുടെ പിന്നിൽ പോകുന്നുണ്ട്. രാധികാമ്മ വേഗം ഓടിയതിന് ശേഷം മൊബൈൽ എടുത്ത് ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വരുൺ അത് തടയുന്നുണ്ട്. എന്നിട്ട് വരും പറയുന്നുണ്ട്, അമ്മ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, ഞാൻ കണ്ണൻ്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും വക്കീലിനെ ഏർപ്പാടാക്കാൻ ശ്രമിക്കുകയാണ് വരുൺ, നീ കണ്ടതല്ലേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോകുന്നത്, നീ കണ്ടതല്ലേ, പിന്നെ എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, അമ്മ എന്ത് മണ്ടത്തരാ കാണിക്കുന്നത്, അച്ഛനും അനാർക്കലി ആൻറ്റിയും കൂടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഗോവിന്ദേട്ടനൊരു അറസ്റ്റ് വാങ്ങിക്കൊടുത്തത്, പിന്നെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, 25 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇതേ കാഴ്ച കണ്ടിട്ടുള്ളതാണ് വരുൺ, അന്ന് മാധവേട്ടനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പിന്നെ ജീവനില്ലാത്ത ശരീരമാണ് എനിക്ക് തിരിച്ച് കിട്ടിയത്, ആ ഒരു അവസ്ഥ എനിക്കിനി കാണാൻ വയ്യ, അവൻ ഈ കിഷോർ കേസിലും അവൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാലോ, അവൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അവൻ നിരപരാധിയാണ്, ഇതിലും ഭേദം ആ കാഴ്ചയൊക്കെ കാണുന്നതിലും ഭേദം ഞാൻ ജയിലിൽ കിടക്കുന്നതാണ് എന്നൊക്കെ രാധിക വരുണിനോട് പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അമ്മ എന്താ കാണിക്കുന്നത്, ഗോവിന്ദേട്ടൻ നമ്മളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതിന് അച്ഛനൊരു മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഗീതുവിനെ മാറ്റിയിട്ട് മാർഗഴി ആ സ്ഥാനത്ത് ഇരുത്താൻ വേണ്ടിയിട്ടും അച്ഛൻ ചെയ്യുന്ന ചെറിയ ചെറിയ പണികളാണിത്, അല്ലാതെ ഗോവിന്ദേട്ടനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ വരുൺ പറയുന്നുണ്ട്. പിന്നീട് വരും പറയുന്നുണ്ട്, അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ പവർ ഓഫ് അറ്റോർണി ഗീതുവിൻ്റെ പേരിലാണ്, ആ സ്ഥാനത്ത് മാർഗഴി വന്ന അമ്മ ചെയർമാനും ഞാൻ വൈസ് ചെയർമാനും ആവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് വരുൺ. അപ്പോൾ രാധികാമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ കണ്ണനോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ
വരും പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ നമ്മുടെ കൂടെ നിന്നോട്ടെ, ബിസിനസ് വളർത്താൻ ഗോവിന്ദേട്ടൻ എന്തായാലും വേണം, ആ കഴിവൊന്നും നമുക്ക് എന്തായാലും ഇല്ല എന്ന് വരും പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും അങ്ങോട്ടേക്ക് പ്രിയയും രേഖയും വരുന്നുണ്ട്. പ്രിയ വന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് നിങ്ങളെന്താ ഇവിടെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് എന്നൊക്കെ രാധികാമ്മയോടും വരുണിനോടും പ്രിയ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, ഞങ്ങളിതാ വക്കീലിനെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു, അമ്മ ദാ വക്കീലിനെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോയി നേരിട്ട് പോയി കാണാമെന്ന് പറഞ്ഞു, അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ വിളിക്കണേക്കാൾ നല്ലതല്ലേ നേരിട്ട് പോയി കാണുന്നത് എന്നൊക്കെ പ്രിയയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, നേരിട്ട് പോയി കാണാനാണ് ആലോചിച്ച് നിൽക്കുന്നത് വെച്ചാൽ ഇപ്പം ഇത്രയും ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യം എന്താ, നിങ്ങൾക്ക് വേഗം പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, ദാ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഇന്ന് വേഗം പോ പ്രിയ, ഗീത ചേച്ചിക്ക് അതൊരു സഹായം ആവില്ലേ, നിങ്ങളിവിടെ ഒന്നും ചെയ്യാതെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് വേഗം ഇവിടുന്ന് പോയിക്കേ എന്ന് പറഞ്ഞാൽ അവരെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, ആ ശരിയാണ്, ഞങ്ങൾ ഗീതുവിനെ സഹായിക്കാൻ വേണ്ടി പോവുകയാണ്, വാ അമ്മയെന്ന് പറഞ്ഞ് അവിടുന്ന് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് രാധികേനെ. അപ്പോൾ അവർ പോയതിന് ശേഷം രേഖ പറയുന്നുണ്ട്, അവർ ഗോവിന്ദേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യില്ല പ്രിയേ, അത് ആ വരുണേട്ടൻ്റെ വർത്തമാനത്തിൽ തന്നെ വ്യക്തമാവുന്നുണ്ട്, പരിഹസിക്കുകയല്ലേ വരുണേട്ടൻ ചെയ്യുന്നത്, അവരെന്തായാലും ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, അവരെന്തായാലും ഇവിടുന്ന് പോട്ടെ, ഇവിടെ സുഖിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത് എന്ന് പറയുന്നുണ്ട് പ്രിയ. അപ്പോൾ രേഖ പറയുന്നുണ്ട്, അവർ സഹായിച്ചില്ലെങ്കിലും ഗീതുവിനെ ഉപദ്രവിക്കാഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേഖ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീടാണെങ്കിലോ ഗീതു ജയിലിൽ കിടക്കുന്ന ഗോവിന്ദനെ കാണാൻ എത്തുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദനോട് പറയുന്നുണ്ട്, എന്താ കണ്ണേട്ടാ എന്താ ഉണ്ടായേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു നീ പേടിക്കണ്ട, കരയണ്ട, നമ്മൾ തെറ്റൊന്നും ചെയ്യാത്തടത്തോളം കാലം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും എൻ്റെ നിരപരാധിത്വം പെട്ടെന്ന് തെളിയിക്കാനൊക്കെ പറ്റും, നീ വിഷമിക്കേണ്ട, നീ കണ്ണ് തുടച്ചേ, നീ ഇങ്ങനെ കരയുന്നത് കാണാൻ എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട്. പിന്നീട് ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നുണ്ട്, നമ്മുടെ അമ്മ ഇതൊന്നും അറിയരുത് ഗീതു എന്ന് പറയുന്നുണ്ട്. പിന്നെ രേഖയ്ക്കും രഞ്ജുവിനും പ്രിയയ്ക്കും ഒക്കെ മാധവനൊക്കെ നീയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് ആരാ ഉള്ള കണ്ണേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഇങ്ങനെയൊന്നും ചോദിച്ച് എന്നെ വിഷമിപ്പിക്കല്ലേ ഗീതു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അജാസിനോട് ഗോവിന്ദ് പറയുന്നുണ്ട്, അജാസ് ഞാൻ ഇവിടെ കിടക്കുന്ന സമയത്ത് രഞ്ജുവിനും ഗീതുവിനും ഒരു കുഴപ്പം വരരുത്, നീ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ് അജാസിനോട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, രഞ്ജുവിൻ്റെ അടുത്ത് അവർണിക ഉണ്ട് സാർ, പിന്നെ പെങ്ങളുടെ കൂടെ ഇന്നും നിഴലായിട്ട് ഞാനില്ലേ, പേടിക്കേണ്ട സാർ, ഇവിടെ പേടിക്കാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അജാസ്. അപ്പോഴാണെങ്കിലും അങ്ങോട്ടേക്ക് സി ഐ വരുന്നുണ്ട്. സി ഐ വന്നിട്ട് പറയുന്നുണ്ട്, ആരാ ഇവരെ എൻ്റെ അനുവാദമില്ലാതെ അകത്തോട്ട് കയറ്റി വിട്ടത്, ഞാൻ സമ്മതിച്ചാൽ മാത്രമേ വിസിറ്റേഴ്സിനെ ഉള്ളിലോട്ട് കയറ്റാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, മാനുഷിക പരിഗണന വെച്ചിട്ടാണ് സാർ ഈ ഭാര്യയെ അയാളെ കാണിക്കാൻ സമ്മതിച്ചത്, അല്ലാതെ പണം ഉണ്ടായിട്ട് കൊണ്ടൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അയാൾ പറയുന്നുണ്ട്, സി ഐ പറയുന്നുണ്ട്, ഒരു മാനുഷിക പരിഗണനയും ആവശ്യമില്ല, ഒരു പാവം ചെറുപ്പക്കാരനെ ഇയാളല്ലേ കൊന്നു കുഴിച്ചിട്ടത്, അതുകൊണ്ട് ഇയാൾക്ക് ഒരു പരിഗണനയുടെ ആവശ്യമില്ല, അയാൾ അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് സി ഐ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഒരു തെളിവുകളില്ലാതെ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അദ്ദേഹം ചെയ്തതിന് വല്ല തെളിവും ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറയുന്നതിൽ കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇതുവരെ ഒരു തെളിവും കണ്ടുപിടിക്കാനായിട്ടില്ലല്ലോ, പിന്നെ എന്താ നിങ്ങളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഗീതു ചോദിക്കുന്നുണ്ട്. പിന്നീട് ഗീതു പറയുന്നുണ്ട്, ഒരു കൊടും ക്രിമിനലിനോട് ചെയ്ത പോലെ അദ്ദേഹത്തെ വിലങ്ങ് വെച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നു, അത് ഇവിടെ നിങ്ങൾ മനുഷ്യത്വമില്ലാതെ പെരുമാറാനാണ് ഭാവമെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഗീതു പറയുന്നുണ്ട്. അപ്പോൾ സി ഐ പറയുന്നുണ്ട്, ഒരുപാട് കത്തി അങ്ങോട്ടേക്ക് കയറല്ലേ, നിങ്ങളുടെ ഭർത്താവ് എൻ്റെ കൂടെ കസ്റ്റഡിയിൽ കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മറക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ഗീതു പേടിച്ചിട്ട് ഗോവിന്ദിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ ഒന്നും പറയണ്ട ഗീതു, നീ ചെല്ല്, ഇവരെന്നെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് നീ ജാമ്യം എടുക്കാൻ വേണ്ടി വക്കീലുമായിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി, നീ ഇപ്പോൾ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ് ഗോവിന്ദ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ ഗീതു അജാസും അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് പോകുന്ന സമയത്ത് അനാർക്കലിയുടെ സത്യദാസിൻ്റെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആരെയോ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, അവരിവിടെ നിന്ന് ഇറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അത് കാണുന്ന അജാസ് ഗീതുവിനോട് പറയുന്നുണ്ട്, പെങ്ങളെ സത്യദാസിൻ്റെ അനാർക്കലിയുടെയും ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ഡ്രാമ കളിച്ചാലോ, പെങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗീതുവിനോട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്, അജാസിക്കയുടെ പ്ലാൻ എന്താ പറയുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, തൽക്കാലം നമുക്ക് ഇവരെ ഒന്ന് വഴി തിരിച്ച് വിടാം, പെങ്ങൾ കാറ് കയറിയെന്ന് പറഞ്ഞിട്ട് കാറിൽ കയറി അവർ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നുണ്ട് രാധികാമ്മയും വരുണും ഒക്കെ അനാർക്കലിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മാർഗഴി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് മാർഗഴി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ വിളിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് മാർഗഴി അവരുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സത്യദാസ് പറയുന്നുണ്ട്, ഗോവിന്ദിൻ്റെ പുതിയ പവർ ഓഫ് അറ്റോർണി പ്രകാരം ഗീതുവിനാണ് എല്ലാ കമ്പനിയത്തെ കാര്യങ്ങളും നടത്താനുള്ള തീരുമാനം കൊടുത്തിരിക്കുന്നത്, ആ ഗീതു ആവാൻ നിനക്ക് തയ്യാറാണോ എന്നൊക്കെ മാർഗഴിയോട് സത്യദാസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി
പറയുന്നുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ ഗീതു ആവാനൊക്കെ തയ്യാറാണ്, എനിക്ക് എൻ്റെ കാശ് കിട്ടിയാൽ മതി എന്നൊക്കെ മാർഗഴി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന അനാർക്കലി പറയുന്നുണ്ട്, പുതിയ നമ്മുടെ പ്ലാനിൽ മാർഗഴിയുടെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സത്യദാസ് പറയുന്നുണ്ട്, മാർഗഴി അവിടെ വേണം, കുറച്ച് ദിവസം ഗീതുവായിട്ട് മാർഗഴി അറക്കലിൽ തന്നെ വേണം എന്നൊക്കെ സത്യദാസ് പറയുന്നുണ്ട്. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, തട്ടിക്കൊണ്ടുപോയി, ഗീതുവിനെ നമ്മൾ തട്ടിക്കൊണ്ടുപോവല്ലോ, തട്ടിക്കൊണ്ടതിന് ശേഷം അവൾ എന്തൊക്കെ ക്രൂരതകളിലൂടെ അനുഭവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ തല്ലാനോങ്ങി അവളുടെ കൈയും എല്ലാം ശരീരവും നമുക്ക് വെട്ടി നുറുക്കണം, എന്നിട്ട് പണ്ടത്തെ കൃഷ്ണദാസിന് ചെയ്ത പോലെ അവളുടെ ശരീരഭാഗങ്ങൾ ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടണം എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട്. മാർഗഴിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന രാധികാമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ പ്ലാനോടൊന്നും എനിക്ക് വിരോധമില്ല, എൻ്റെ കണ്ണന് മാത്രം നിങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. മാധവേട്ടന് സംഭവിച്ചതുപോലെ അവന് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ രാധികാമ്മ അനാർക്കലിയോടും ഭാസ്കരനോടും പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അവനൊന്നും സംഭവിക്കില്ല രാധികയെ, അവൻ തൽക്കാലം റിമാൻഡിൽ കഴിയട്ടെ, അതിന് ശേഷം ജാമ്യം കിട്ടി അവൻ പുറത്തു വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ശരിയാക്കും, എന്നിട്ട് മാർഗഴി എല്ലാം വിറ്റ് തൊലച്ച് പണ്ട് വിജയലക്ഷ്മി പോയതുപോലെ നാട് വിട്ടതാണെന്ന് അവൻ കരുതിക്കോളും. നിനക്ക് ഭാസ്കരൻ്റെ കീഴിൽ പണിയെടുക്കാൻ ഗോവിന്ദ് തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോവിന്ദിന് കമ്പനിയിൽ ഒരു ജോലി കൊടുക്കാം, എന്താ നിൻ്റെ അഭിപ്രായം വരുണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, അത് നല്ല കാര്യമാണ് അച്ഛാ, ഗോവിന്ദേട്ടനെ കഴിഞ്ഞിട്ട് ബിസിനസ് നോക്കാൻ വേറെ ആരും ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി ആണെങ്കിലും ഇതൊക്കെ കേൾക്കുന്ന മാർഗഴി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരുടെ കൂടെ നിന്ന് ഇവരുടെ പ്ലാനൊക്കെ മനസ്സിലാക്കിയെടുക്കണം, എന്നിട്ട് വേണം എനിക്ക് ഗീതുവിനെ രക്ഷിക്കാൻ. പക്ഷെ ഞാനും ഗീതുവും വിചാരിച്ചാൽ ഇവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെ മാർഗഴി ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് ഭാസ്കരന് ഒരു കോള് വരുന്നത്, നമ്മുടെ ഗീതുവിനെ അജാസിനെയും ഫോളോ ചെയ്ത ആൾക്കാരുടെ കോളാണ്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, ഗീതുവും അജാസും ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അവരിപ്പോൾ AGMൻ്റെ ഗസ്റ്റ് ഹൗസിലാണുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട്, വേറെ ആരും വരാതെ നീ അങ്ങോട്ടേക്ക് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരി, നിങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. കോള് കട്ട് ചെയ്തതിന് ശേഷം ഭാസ്കരൻ പറയുന്നുണ്ട്, ഗീതുവിനെ നമുക്ക് AGMത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് പൂട്ടാം, അവിടെ വെച്ചിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്ത് മേടിപ്പിക്കാം, എന്നിട്ട് അവളെ അനാർക്കലിക്ക് കൈമാറാം, അനാർക്കലി അവളെ വേണ്ടതുപോലെ ചെയ്തോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.